Hello, all welcome to channel Maluna Singh Apple. I am Krishna. UK like ഇപ്പോഴും റിക്രൂട്ട്മെന്റ്സ് കറക്റ്റ് ആയിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഓക്കെ, നേരത്തെ എത്രത്തോളം തോതിൽ നടന്നിട്ടുണ്ടോ ആ ഒരു ലെവലിൽ നടന്നിട്ടില്ലെങ്കിലും ഇപ്പോഴും റിക്രൂട്ട്മെന്റ്സ് നടക്കുന്നുണ്ട്. റിക്രൂട്ട്മെന്റ്സ് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ഓക്കെ, അതിനൊരു ഉദാഹരണമായിട്ടാണ് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ വെയിൽസിലേക്ക് നോർക്ക ആയിട്ട് കണക്ട് ചെയ്തിട്ട് വെയിൽസ് ഏകദേശം 250 നേഴ്സസിനെയും ഡോക്ടേഴ്സിനെയാണ് കേരളത്തിൽ നിന്ന് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂസ് നടത്തി ഇനി വരാൻ പോകുന്ന ജൂണിലോ ജൂലൈയോടുകൂടി അവർ ഇൻ്റർവ്യൂസിന് വേണ്ടിയിട്ട് നാട്ടിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ന്യൂസ് വന്നിരിക്കുന്നത് വെയിൽസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ്. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് March 2024 അതായത് ഈ സമയങ്ങളിൽ അത്രയും തന്നെയും ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ റിക്രൂട്ട്മെൻറ്റ്സിനെ പറ്റിയിട്ട് സംബന്ധിച്ച് വരുന്നുണ്ടായിരുന്നു. റിക്രൂട്ട്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തു, നിർത്തി. അപ്പം ഒരുപാട് പേര് ഇതിനെപ്പറ്റി സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ഇതൊരു ടെമ്പററി പോസ് പോലെയാണ്. അത് ഫ്രീസ് ചെയ്തെന്ന് വെച്ചാൽ റിക്രൂട്ട്മെൻറ്റ് ഫ്രീസ് ചെയ്തിട്ടില്ല, ഇപ്പോഴും നടക്കുന്നുണ്ട്. ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ക്ലിയർ ആയിട്ടൊരു വീഡിയോ ഉണ്ട്. സിജി ചേട്ടൻ ഉൾപ്പെടെയുള്ള ITV റീസെൻ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അതൊന്ന് നമുക്ക് കാണാം ഈ റിക്രൂട്ട്മെൻറ്റ്സിനെ പറ്റിയിട്ട് പറയുന്നത്. ഓക്കെ. The Indian region of Kerala has a long-standing reputation for training nurses to work across our healthcare system. And the Welsh Health Minister is currently out there to sign an official agreement for 250 medical professionals to come and work for our health boards. Kerala is a big region in the south of India, has a population of about 35 million people. But what they do is they train 10,000 nurses every year. Now, they only need about 20% of those. I had a conversation with the Health Minister of Kerala last year who encouraged us to come here. And I'm very pleased that that means now it's led us to recruit. So we're starting off with 250, but obviously we've got ambitions to go further. CG Sam Kuti first arrived in Cardiff from Kerala 20 years ago and has stayed as a nursing practitioner. He tells me he's been proud to care for the people of South Wales, and he's also playing a role in recruiting more nurses from his homeland. I feel NHS Wales, the standard of care given to the patient, amazingly, I can't say the word, it's brilliant. So, if you compare it to the people coming from Kerala, they like that caring. They can do so many things for the people, population across Wales. And the main thing, they can do the career progression. I got so many different jobs in my 20 years of career. Nurses, nurse practitioner, ward managers. So we're obviously recruiting as well at home. So we saw an 8% increase in the number of people applying for nurse courses in Wales. This is very much on top of what we're already doing to encourage more people into nursing in Wales. But Welsh nursing union bosses say while this latest Indian recruitment drive is welcomed, a few hundred extra nurses doesn't come close to finding the thousands needed to keep our health service running. അപ്പോൾ ആ UK വന്നിട്ടുള്ള ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് ഒരുപാട് NHS ആയിട്ടുള്ള ഹോസ്പിറ്റൽസിനെ അല്ലെങ്കിൽ ട്രസ്റ്റുകളെ ബാധിച്ചു. ഓക്കെ, അപ്പോൾ അത് ബാധിക്കുമ്പോൾ അവർക്കുള്ളൊരു മെയിൻ ഫണ്ട് അവർ കൊടുക്കുന്നതാണ് ഇൻ്റർനാഷണൽ നഴ്സസിൻ്റെ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ട്. അതായത് നാട്ടിൽ നിന്ന് ഒരു നഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ലക്ഷങ്ങൾ ചിലവാക്കേണ്ടി വരും ഒരാളെ കൊണ്ടുവരാൻ വേണ്ടി. അതോടൊപ്പം തന്നെ നല്ലൊരു എമൗണ്ട് അവർക്ക് ആ കൊണ്ടുവരുന്ന ഏജൻസിക്കും ഒരു കാൻഡിഡേറ്റിന് തന്നെ കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത്രയും ഒരു ബാധ്യത അല്ലെങ്കിൽ അത്രയും ഒരു ഫണ്ടിങ് ക്രൈസിസ് നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇപ്പോഴും അത്രയും വാക്കൻസീസ് ഉണ്ടായിട്ട് പോലും ഫില്ല് ചെയ്യാനായിട്ട് മിക്ക ട്രസ്റ്റുകളും നോക്കാതിരിക്കുന്നത്. പിന്നെ ഓൾമോസ്റ്റ് കുറേ വാക്കൻസീസും ഫിൽഡ് ആയിട്ടുണ്ട്. പക്ഷേ എത്രയൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിലും ആ വരുന്ന ഇൻഫ്ലക്സിനോടൊപ്പം തന്നെ തിരിച്ചും ഔട്ട്ഫ്ലക്സ് പോകുന്നതും ഒരുപോലെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നഴ്സസിൻ്റെ എണ്ണം വീണ്ടും വേണ്ടി വരുന്നുണ്ട് എന്തായാലും. അതുകൊണ്ട് റിക്രൂട്ട്മെൻറ്റ് എന്തായാലും ഇനി പോകുന്ന കുറച്ച് കാലത്തേക്ക് എന്തായാലും ഇവർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരിക്കലും നിങ്ങൾ വിചാരിക്കുകയും വേണ്ട. ഒരുപാട് ന്യൂസ് പല രീതിയിലും പല സൈഡിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുമ്പോൾ അതിനകത്ത് ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഷെയർ ചെയ്യാറുള്ളൂ. ഞാൻ ഇതിന് മുന്നേ റിക്രൂട്ട്മെൻറ്റ് വീഡിയോസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് റിക്രൂട്ട്മെൻറ്റ്സ് എത്രത്തോളം നല്ല രീതിയിൽ നേരത്തെ നടന്നിട്ടുണ്ട്. അതായത് ഒരുപാട് ഏജൻസീസ് ആഴ്ചയിലും ദിവസങ്ങളിലും റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഇപ്പോൾ ഇല്ല. അത് വ്യക്തമാണ്. നിങ്ങൾ തന്നെ ഏതെങ്കിലുമൊക്കെ ഏജൻസിനെ കോൺടാക്ട് ചെയ്യുന്ന നിങ്ങൾക്കറിയാം അവർക്കൊന്നും ഇൻ്റർവ്യൂസ് ഇല്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ക്ലിയർ ആണ്. അവർ ചിലപ്പോൾ പറയും മെൻ്റൽ ഹെൽത്തിൻ്റെ ഇൻ്റർവ്യൂസ് ഉണ്ട്, പീഡിയാട്രിക്കിൻ്റെ ഇൻ്റർവ്യൂസ് വരുന്നുണ്ട്. അതെല്ലാം സത്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ തന്നെ ഇതിനകത്ത് ഇപ്പോൾ ഉള്ളൊരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് നിങ്ങളുടെ OET ആവട്ടെ, CBT ആവട്ടെ, NMC രജിസ്ട്രേഷൻ ആവട്ടെ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയാണ് നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു റീസെൻറ്റ് 6 months എക്സ്പീരിയൻസ് ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്ക് കിട്ടുന്ന ചാൻസസ് വളരെ കുറവാണ്. നിങ്ങൾക്ക് റീസെൻ്റ് ആയിട്ട് മിനിമം ഒരു 6 മാസത്തെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ 18 മാസത്തിൽ കുറയാതുള്ള എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്പോ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ
ഈ പറഞ്ഞ കാര്യങ്ങൾ OETയും CBTയും നിങ്ങളുടെ NMCയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ മിക്കവാറും ഉള്ള ഹോസ്പിറ്റൽസ് ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതോടൊപ്പം തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കുള്ള വാക്കൻസീസ് വരുന്നുണ്ട്, നഴ്സിംഗ് ഹോംസിലേക്കുള്ള നഴ്സസിൻ്റെ വാക്കൻസി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ചൂസ് ചെയ്ത് വേണമെങ്കിലും നിങ്ങൾക്ക് UK എത്താം. കാര്യം വന്നു കഴിഞ്ഞ് നിങ്ങളൊരു പിൻഡ് നേഴ്സ് ആയി കഴിഞ്ഞാൽ, ഒരു രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് കിട്ടി, അല്ലെങ്കിൽ പിൻ നമ്പർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് NHS എപ്പോൾ വേണമെങ്കിലും മാറാം. അപ്പം നിങ്ങൾ ഇപ്പോൾ NHS നിങ്ങൾക്ക് ചാടിക്കയറി വരാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് ബാക്കിയുള്ള ഓപ്ഷൻസ് ഒരുപാട് കുട്ടികൾ എന്നെ റീസെൻ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലേക്ക് റിക്രൂട്ട്മെൻറ്റ്സ് ഉണ്ട്, നഴ്സിംഗ് ഹോംസിലേക്ക് റിക്രൂട്ട്മെൻറ്റ്സ് നടത്തുന്നുണ്ട് നഴ്സസിൻ്റെ. അപ്പോൾ അതെല്ലാം പ്രോപ്പർ ജെനുവിൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജെനുവിനായിട്ട് നിങ്ങൾ കൺഫേം ആക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിനൊന്നും തന്നെ കാശ് ഒരിടത്തും ചാർജ് ചെയ്യുന്നില്ല അവർ. ഓക്കെ, വിസ പ്രോസസ്സിങ്ങിനോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിനാവുന്നുണ്ടെങ്കിൽ തന്നെ അല്ലാതെ ഒരു രീതിയിൽ നിങ്ങൾ കാശ് കൊടുക്കേണ്ട ഒന്നിൻ്റെ തന്നെ ആവശ്യം വരുന്നില്ല എന്തായാലും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് അന്വേഷിച്ച് അത് ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫോർവേഡ് ചെയ്യാം. കാര്യം വന്നു കഴിഞ്ഞാൽ അവർ വേറെ കോൺട്രാക്ട് ക്ലോസ്, ചിലപ്പോൾ അവർ കോൺട്രാക്ട് ക്ലോസിൽ പറയും 1 വർഷം നിങ്ങൾ ഈ ഒരു ട്രസ്റ്റുമായിട്ട് വർക്ക് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ 3 വർഷം നിങ്ങൾ ഇതുമായിട്ട് ട്രസ്റ്റുമായിട്ട് വർക്ക് ചെയ്തിരിക്കണം, ഇല്ല നിങ്ങൾ മാറിപ്പോണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പെനാൽറ്റി ഫീസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും NHSൻ്റെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് സുഖമായിട്ട് മാറാം. അതുപോലെ തന്നെ ഈ വെയിൽസിൻ്റെ ഈ 250 പറയുന്നതോടൊപ്പം തന്നെ വെയിൽസിൻ്റെ ഇൻ്റർവ്യൂസ് റീസെൻ്റ് ആയിട്ടുള്ള തന്നെ ഈ കഴിഞ്ഞ ഏപ്രിലാണെങ്കിലും ശരി, മാർച്ചിലാണെങ്കിലും ശരി, കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം നമ്മുടെ MNC അക്കാഡമിയിൽ പഠിപ്പിക്കുന്ന മെൻറ്റേഴ്സ് ആവട്ടെ, കുട്ടികളാവട്ടെ ഒക്കെ നമ്മൾ വരുന്ന ഓപ്ഷൻസ് അവരടുത്ത് പറയും, അവർ റീസെൻ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യും, അവർക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇതിനകത്ത് നമ്മളിപ്പോൾ കുറേ കൂടുതൽ അതിനകത്തേക്ക് ഇൻപുട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, നമ്മൾ കൂടുതൽ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടക്കുന്നില്ല, ഇന്റർവ്യൂസ് ഒന്നും ഇല്ല, വാക്കൻസീസ് ഒന്നും ഇല്ല, UK കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തു എന്നൊക്കെ പറയുന്നത് ശുദ്ധ പൊട്ടത്തരമായിട്ടുള്ള കാര്യങ്ങളാണ്, റിവ്യൂസ് ആണ്, ഇൻഫർമേഷൻസ് ആണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊന്നും തന്നെ വിശ്വസിക്കരുത്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഒരിക്കലും പറയുന്നില്ല നിങ്ങളുടെ നേരത്തെ നടന്ന അത്രയും ഇൻഫ്ലക്സിൽ ഇൻ്റർവ്യൂസ് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം. ഞാൻ ക്ലിയർ ആയിട്ട് ഇപ്പം എക്സാക്ട്ലി നടക്കുന്ന സിറ്റുവേഷനാണ് നിങ്ങളുടെ അടുത്തോട്ട് പറയുന്നത്. ഇൻ്റർവ്യൂസ് നടക്കുന്നുണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ട്. അതിന് നിങ്ങൾ പ്രോപ്പർ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മാത്രം, അതായത് നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ ഇപ്പോൾ മിക്കവാറും ഇൻ്റർവ്യൂസ് കിട്ടാറില്ല. ഇപ്പോൾ കൂടുതലും വരുന്ന ഇൻ്റർവ്യൂസ് എന്ന് പറയുന്നത് മെൻ്റൽ ഹെൽത്തും പീഡിയാട്രിക്കുമാണ്. അഡൾട്ട് നഴ്സസിൻ്റെ ഇൻ്റർവ്യൂസ് നടക്കുന്നുണ്ട്, വളരെ കുറഞ്ഞ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ തന്നെ കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കുക. പിന്നെ ഒരുപാട് ഏജൻസി, അതായത് ഇൻ്റർനാഷണൽ റിക്രൂട്ടേഴ്സ് ആയിട്ടുള്ള യുവോവിൽ അല്ലെങ്കിൽ TTM പോലത്തെ ആൾക്കാർ നോർത്തേൺ അയർലൻഡിലേക്കും അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് മാഞ്ചസ്റ്ററിലേക്കും ലെസ്റ്ററിലേക്കും ഒക്കെ തന്നെ ഇൻ്റർവ്യൂസ് നടത്തിയിട്ടുണ്ടായിരുന്നു, അവർ എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ വെയിൽസിലേക്ക് ഇൻ്റർവ്യൂസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇതേപോലെ ഇപ്പോൾ വെയിൽസിൻ്റെ ഇൻ്റർവ്യൂസ് നാട്ടിൽ വന്ന് ജൂൺ ഓർ ജൂലൈയിൽ നാട്ടിൽ വന്ന് ഇൻ്റർവ്യൂസ് നടത്തുന്ന മലയാളിയാണ് സിജി സലിംകുട്ടി. അപ്പോൾ ചേട്ടനെ ഞാൻ പേഴ്സണലി വിളിച്ച് സംസാരിച്ച് കൺഫേം ആക്കിയ ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ചേട്ടനോട് ഞാൻ പേഴ്സണലി ചോദിച്ച കാര്യമാണ് കാര്യം ചേട്ടൻ ആ ഒരു ടീമിലുള്ള ഒരാളാണ്. അപ്പോൾ ഞാനൊരു ഇൻഫർമേഷൻ ബാക്കിയുള്ള നമ്മുടെ കുട്ടികളെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കാനുള്ളതാണ്. കാര്യം ഒരുപാട് പേരും പാനിക് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്, പാരൻസ് ആവട്ടെ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആവട്ടെ, പഠിച്ചിറങ്ങുന്ന കുട്ടികളാവട്ടെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതുപോലെ തന്നെ ഇൻ ബിറ്റ്വീൻ, അപ്പോൾ ഇത്രയും പാനിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ മാർച്ച് 2024 വന്നിട്ടൊരു ന്യൂസാണ് എന്ന് പറയുന്നത്. അപ്പം സിജി ചേട്ടൻ ഉൾപ്പെടെയുള്ളൊരു ടീം നാട്ടിൽ വന്ന് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂസ് നടത്തി നാട്ടിലുള്ള നഴ്സസിനെയും ഡോക്ടേഴ്സിനെയും കൊണ്ടുപോകാനുള്ള റിക്രൂട്ട്മെൻറ്റാണ് ഇനി നടക്കാൻ പോകുന്നത്, ഈ വരുന്ന ജൂണിലോ അല്ലെങ്കിൽ ജൂലൈയിലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിനകത്ത് വെൽ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. കാര്യം അതിനകത്ത് ഇപ്പോൾ ഫ്രഷേഴ്സിനെ എടുക്കാൻ ചാൻസസ് വളരെ കുറവായിരിക്കും. മിനിമം 6 മാസം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മോർ ദാൻ 6 months പിന്നെ ഒരു എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ ലെസ് ദാൻ 18 months എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്ന പ്രോപ്പർ കട്ട് ആൻഡ് കറക്റ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയാസ് കാണും. അതുപോലെ തന്നെ നിങ്ങളുടെ OET, CBT, NMC രജിസ്ട്രേഷൻ ഒക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിരിക്കും. ഇങ്ങനെയുള്ള ക്രൈറ്റീരിയാസ് നിങ്ങൾ എക്സാക്ട്ലി മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലായിരിക്കും ഇതുപോലത്തെ ഇൻ്റർവ്യൂസ് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നതും അറ്റൻഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതൊന്നും ഒരു പ്രോപ്പർ നോട്ടീസിലായിരിക്കില്ല, അവരൊരു ക്ലിയർ ഒരു ഡിപ്ലോയ്മെൻറ്റ് ഡേറ്റ് അടക്കമുള്ള കാര്യങ്ങൾ, അവരുടെ അർജൻസി അനുസരിച്ച് ഫണ്ട് അവൈലബിൾ ആയിട്ടുള്ള NHS ട്രസ്റ്റുകൾ ഇപ്പോഴും റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ NHSൻ്റെ ജോബ്സിൻ്റെ വെബ്സൈറ്റ്, ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും നിങ്ങളുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് അടിച്ച് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ട്രസ്റ്റുകളുടെ ബാൻഡ് 5ൻ്റെ വാക്കൻസീസ് ഉണ്ട്. ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി അവർക്ക് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്രൈസിസ് സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ അവർക്ക് കൂടുതൽ ഫണ്ട് പോകുന്ന രീതിയിൽ റിക്രൂട്ട്മെൻറ്റ്സ് നടത്താൻ പറ്റില്ല എന്ന് കരുതി റിക്രൂട്ട്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തെന്ന് ഒരിക്കലും അവർ പറയില്ല. കാര്യം ഇവിടെ നഴ്സസിന് ആവശ്യമാണ് എല്ലാ കാലത്തും. കാര്യം നഴ്സസ് പോകുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ വരുന്നതിനനുസരിച്ച് പോകുന്നുണ്ട് ആൾക്കാർ, മനസ്സിലായോ? അപ്പോൾ ഓരോ പേസ് പൈൻ അടക്കമുള്ള പുതിയ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് അനുസരിച്ച് നഴ്സസിൻ്റെ അട്രാക്ഷൻ കൂടുന്നുണ്ട്. അതുപോലെ ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ് UK എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നത്, ഞാൻ റിക്രൂട്ട്മെൻറ്റ് പാനൽസിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഇൻ്റർവ്യൂ പാനൽസിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ NHSൽ കറൻ്റ്ലി ഒരു സ്പെഷ്യലിസ്റ്റ് നഴ്സായിട്ടാണ് വർക്ക് ചെയ്യണത്. ആൻഡ് എൻ്റെ ട്രസ്റ്റിൽ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് കാരണം ഇവിടെ റിക്രൂട്ട്മെൻറ്റ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അവരെടുക്കുന്നേ ഇല്ല.
അപ്പോൾ അവർ ഇൻ ഹൗസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി പിൻഡായിട്ട് UK വർക്ക് ചെയ്യുന്ന നഴ്സസിനെയാണ് അവരെടുക്കുന്നത്. ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ അപ്ഡേറ്റ്സ് ഇവിടെ വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ചാനലിലും വാട്സപ്പ് ചാനലിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ആ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് നാട്ടിൽ നിന്നുള്ള ആൾക്കാരല്ല, ഇവിടെ ഓൾറെഡി പിൻഡായിട്ടുള്ള NMCയിൽ രജിസ്റ്റർ ചെയ്ത് പിൻ നമ്പർ കിട്ടിയിട്ടുള്ള നഴ്സസിന് ആ റിക്രൂട്ട്മെൻറ്റ് ഇവൻറ്റിൽ പങ്കെടുക്കാം. അപ്പോൾ എൻ്റെ ട്രസ്റ്റിൽ ഇപ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റ് നടക്കണില്ല. അതേപോലെ തന്നെ ഷെഫീൽഡ് പോലത്തെ ഹോസ്പിറ്റൽസ്, അല്ലെങ്കിൽ ലെസ്റ്ററിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കൊവെൻട്രി, അങ്ങനെ പല സ്ഥലങ്ങൾ ഈസ്റ്റ് മിഡ്ലാൻഡ്സിലുള്ള പല ട്രസ്റ്റുകളിലും ഇപ്പം നേരത്തെ ആണെങ്കിൽ നമുക്ക് പല സ്ഥലം ചൂസ് ചെയ്യാമായിരുന്നു അല്ലേ, നമുക്ക് മാഞ്ചസ്റ്റർ എങ്കിൽ മാഞ്ചസ്റ്റർ, നോട്ടിംഗ്ഹാം എങ്കിൽ നോട്ടിംഗ്ഹാം, അല്ലെങ്കിൽ ലെസ്റ്റർ എങ്കിൽ ലെസ്റ്റർ, ലീഡ്സ് എങ്കിൽ ലീഡ്സ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇപ്പോൾ ഇല്ല. ഓക്കെ, ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ സെലക്റ്റീവായിട്ട് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ നമ്മൾ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങണം. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പം ഒരു ഏജൻസിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാതെ, ഏജൻസി ചെയ്യുന്ന നല്ല കാര്യമാണ്, അവരുടെ ഹെൽപ്പ് നമുക്ക് ആവശ്യമാണ്. പക്ഷേ അതുപോലെ തന്നെ നിങ്ങൾ ട്രസ്റ്റിനെ ഡയറക്റ്റായിട്ട് നിങ്ങൾ NHSൻ്റെ വെബ്സൈറ്റിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ജോബ്സ് കണ്ടുപിടിക്കാം. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് TTM ആവട്ടെ, യോവിലാവട്ടെ, അല്ലെങ്കിൽ നോർക്കയിലാവട്ടെ, ഇതെല്ലാം നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് വെക്കുക. ആൻഡ് ഉറപ്പുവരുത്തുക നിങ്ങൾ സർട്ടൻ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന എല്ലാ എലിജിബിലിറ്റി നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ OET, CBT, നിങ്ങളുടെ NMC കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആക്കി, നിങ്ങൾക്ക് റീസെൻറ്റ് എക്സ്പീരിയൻസ് ഉണ്ട്, ഫ്രഷർ അല്ല, മോർ ദാൻ 6 months എക്സ്പീരിയൻസ് ഉണ്ട്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ മോർ ദാൻ 18 months എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്പ് ഒന്നുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കൺസിഡർ ചെയ്ത് റെഡിയാക്കി വെക്കുക. ബിക്കോസ് ഇൻ്റർവ്യൂസ് വന്നു കഴിയുമ്പോഴത്തേക്കും ഇമ്മീഡിയറ്റ് ഡിപ്ലോയ്മെൻ്റ് ആയിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ അതിന് റെഡി ആയിരിക്കണം. കാര്യം അങ്ങനെയുള്ളവരെ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് ഈ ടെൻഷൻ അടിപ്പിക്കുന്ന വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ തന്നെ ഒന്ന് മനസ്സിലാക്കുക, ഞാൻ ഫാക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ട് ഒത്തൻറ്റിക് ആയിട്ട് വന്നിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണത്. ആൻഡ് ഞാൻ ഈ ഒരു പൊസിഷനിൽ അല്ലെങ്കിൽ ഈ ഒരു സ്പെഷ്യലിസ്റ്റ് നഴ്സ് അല്ലെങ്കിൽ ഒരു നഴ്സ് പ്രാക്ടീഷണറായിട്ട് ഇവിടെ NHSൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളിലേക്ക് ഒരു കൈൻഡ് ഓഫ് ഒരു അല്ലാത്തൊരു ന്യൂസ് എത്തിക്കാൻ യാതൊരു താല്പര്യവും ഇല്ല. കാര്യം ഞാനൊരു നേഴ്സാണ്. ആൻഡ് എൻ്റെ കൂടെയുള്ള നേഴ്സസിനെ ഒരു കൈത്താങ് അല്ലെങ്കിൽ ഒരു ഹെൽപ്പോട് കൂടി നിങ്ങൾ നല്ല രീതിയിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെപ്പോലുള്ളവർ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക. ആൻഡ് അതുപോലെ തന്നെ നമുക്കിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇൻ്റർവ്യൂസ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ April 14, April 12, മാർച്ചിൽ ഒക്കെ ഒരുപാട് കുട്ടികൾ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന കുട്ടികൾ. ഇപ്പോൾ എന്നെ അപ്രോച്ച് ചെയ്യാനല്ല ഞാൻ പറയണത്, നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ള വഴികളാണ് പറയുന്നത്. ബിക്കോസ് നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കണമെന്നില്ല. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എൻക്വയറി ഇടാം, ഒരു കുഴപ്പമില്ല. അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾ അറിയിക്കും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ NHSൻ്റെ വെബ്സൈറ്റ്സിൽ കയറി നോക്കുകയാണ്, അല്ലെങ്കിൽ വെയിൽസിൻ്റെ റിക്രൂട്ട്മെൻറ്റ്സ് ഞാൻ ഈ പറഞ്ഞ ആൾക്കാരെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് 100% നിങ്ങൾക്ക് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റും. പക്ഷേ അതിൻ്റേതായിട്ടുള്ള ടൈം പീരീഡ് എടുക്കും. ഞാൻ പറഞ്ഞല്ലോ, അത്രയും ഇൻഫ്ലക്സിലല്ല. അവർക്ക് വളരെ ഷോർട്ടായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ വാക്കൻസീസ് ആയിരിക്കും വരിക. നിങ്ങൾ ഈ സർട്ടൻ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറി പോകാൻ പറ്റുള്ളൂ. പിന്നെ മെൻ്റൽ ഹെൽത്തിൻ്റെ നഴ്സസിൻ്റെ വാക്കൻസീസും പീഡിയാട്രിക്കിൻ്റെ നഴ്സസിൻ്റെ വാക്കൻസീസും ഇൻ ബിറ്റ്വീൻ നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഓൾറെഡി നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ഫോർ ദിസ് ഈവൻറ്റ്, ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഇവൻറ്റും കൂടെ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സ് എന്തറിഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ പറയാം. ഇപ്പം റീസെൻ്റ് ആയിട്ട് കിട്ടിയുള്ള അപ്ഡേറ്റ് ആണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചത്. ഈ ഒരു വെയിൽസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഇവൻറ്റ് നടക്കാൻ പോകുന്നത്. ഇത് വെയിൽസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ നോർക്കയുടെ വെബ്സൈറ്റിലോ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കാണാം. നോർക്ക ത്രൂ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ നോർക്ക ത്രൂ രജിസ്റ്റർ ചെയ്യുക. ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഉറപ്പ് വരുത്തിയേക്കുക. അപ്പോൾ ഇനി നെക്സ്റ്റ് നാളെ വരാൻ പോകുന്ന വീഡിയോയിൽ നമ്മുടെ റീസെൻ്റ് ആയിട്ട് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ കഴിഞ്ഞ് ക്ലിയർ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്, അതായത് കഴിഞ്ഞ മാസം ഏപ്രിൽ നടന്ന ഇൻ്റർവ്യൂവിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള അഞ്ജുവിൻ്റെ വീഡിയോ ആണ് നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ അതിനകത്ത് അഞ്ജു പറഞ്ഞിരിക്കുന്നത്, അഞ്ജു എങ്ങനെ NHS ജോബ്സിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് അഞ്ജു ജോബ് കണ്ടുപിടിച്ചു, അഞ്ജുവിന് എങ്ങനെ സ്പോൺസർഷിപ്പ് കിട്ടി എന്നുള്ള കാര്യങ്ങളെല്ലാം അഞ്ജു അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എല്ലാവരും നിങ്ങൾ ഷെയർ ചെയ്യുക. എന്തുകൊണ്ട് ഞാൻ പറയണമെന്ന് വെച്ചാൽ, ബിക്കോസ് ഒരുപാട് പേര് വറീഡ് ആയിട്ടിരിക്കുകയാണ്. OET, CBT കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി എടുക്കണോ വേണ്ടയോ, പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയക്കകത്ത് നിങ്ങൾ വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ജോബ് കിട്ടിയിരിക്കും എന്തായാലും കേട്ടോ. അപ്പോൾ അതിനോടൊപ്പം നിങ്ങളും കൂടെ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ള കാര്യം കൂടി നോക്കുക. എന്തായാലും പാരലലി നിങ്ങളുടെ ജോബ് നിങ്ങൾ കളയരുത്. നിങ്ങളൊരു സെക്യൂർ ആയിട്ടുള്ള ജോബിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ജോബ് കൺഫർമേഷൻ നെക്സ്റ്റ് കൺട്രിയിൽ കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങളുടെ കറണ്ട് ജോബ് നിങ്ങൾ റിസൈൻ ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുക. അല്ലാതെ നിങ്ങളെ ജോലി നഷ്ടപ്പെടുത്തിയിട്ട് നിങ്ങൾ ഒന്നിലോട്ട് മാറിപ്പോരുത്, നിങ്ങൾക്കൊരു കൺഫർമേഷൻ കിട്ടാതെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതും കൂടി എനിക്കൊന്ന് ആഡ് ഓൺ ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഈ വീഡിയോ പരമാവധി നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ കൃഷ്ണ സൈനിങ് ഓഫ് ഫ്രം മല്ലു നഴ്സിംഗ്. അപ്പോൾ ബൈ.